Hi students, welcome to lesson 5.05 in professional business skills. This class will deal with the features of digital marketing. Digital marketing inde saviseshadakal endellamanu ennullതാണ് നമുക്ക് ഈ ക്ലാസ്സിലെ ഡിസ്കഷൻ പോയിന്റ് ആയിട്ട് നമ്മൾ കാണാം. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഒരു 8-9 ഫീച്ചേഴ്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഡിഫറൻസസ് എന്തെല്ലാമാണെന്ന് കണ്ടു. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ റോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ചില ഡയമെൻഷൻസ്, അതിന് മാത്രമായിട്ടുള്ള ചില ഡയമെൻഷൻസ് നമ്മളുണ്ട് നമ്മൾ മനസ്സിലാക്കി. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗിന് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ പ്രത്യേകതകളിൽ നിന്ന് തന്നെയാണ് ഈ ഫീച്ചേഴ്സ് കടന്നു വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിനുള്ള അഡ്വാൻറ്റേജസിൽ നിന്നോ അതിന്റെ സ്പെഷ്യാലിറ്റികളിൽ നിന്നോ തന്നെയാണ് ഈ ഫീച്ചേഴ്സ് നമ്മൾ കടന്നു വരുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള വ്യത്യാസം അത് തന്നെ ഈ ഫീച്ചേഴ്സിൽ പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യത്തേത് ബ്രാൻഡിങ്. സാധാരണ മാർക്കറ്റിംഗ് പോലെ തന്നെ അതിൽ എളുപ്പമായിട്ട് അതിൽ മികച്ച രീതിയിലോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് നമുക്ക് ബ്രാൻഡിങ് നടത്താൻ സാധിക്കുന്നു. നമ്മുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് സമാനമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന നമ്മളുടെ കോമ്പറ്റീഷനിൽ നിന്ന് എങ്ങനെ നമ്മളുടെ ഉൽപ്പന്നത്തെ സേവനത്തെ വ്യത്യാസപ്പെടുത്തുന്നു, ഇതിനാണ് നമ്മൾ ബ്രാൻഡ് അല്ലെങ്കിൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ തുടർച്ചയായിട്ട് നമ്മളുടെ ബ്രാൻഡ് കറക്റ്റായ സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുന്നത് വഴി ആരാണ് നമ്മുടെ കസ്റ്റമർ, ആരാണ് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അവിടെ നമ്മുടെ പ്രസൻസ് ഉറപ്പുവരുത്തുന്നത് വഴി, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലെ കണ്ടന്റ് വ്യത്യാസപ്പെടുത്തുന്നത് വഴി, കസ്റ്റമറായിട്ട് ഇടപഴകുന്നത് വഴി, ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ ആ ചേഞ്ചസ് നടപ്പിൽ ആക്കുന്നതിലൂടെ നമുക്ക് ശക്തമായ ഒരു ബ്രാൻഡ് സാന്നിധ്യം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. നമ്മുടെ ബ്രാൻഡ് എന്നുള്ളത് എവിടെ പ്ലേസ് ചെയ്യണം, എന്ത് കമ്മ്യൂണിക്കേഷൻ അതിലുണ്ടായിരിക്കണം, കസ്റ്റമർക്ക് താല്പര്യപ്പെടുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ കസ്റ്റമറോട് നമുക്ക് ഇടപഴകാൻ സാധിക്കും, കസ്റ്റമറായിട്ട് പല രീതിയിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നു, കോൺസ്റ്റന്റ് ആയിട്ട് വരുത്തുന്ന മാറ്റങ്ങൾ നമ്മളുടെ കസ്റ്റമറുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഈ പറയുന്ന രീതികളിലൂടെയെല്ലാം നമ്മൾക്ക് ഒരു പവർഫുൾ ബ്രാൻഡ് പ്രസൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധ്യമാകും. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആദ്യത്തെ ഫീച്ചറാണ്. രണ്ടാമത്തേത് കംപ്ലീഷൻ അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ്. സർവ്വ ഡീറ്റെയിലും കസ്റ്റമർക്ക് ആവശ്യമുള്ളത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ് നമുക്ക് പ്രസന്റ് ചെയ്യാം, അതിന്റെ ഡയമെൻഷൻസ്, ഹൈറ്റ്, വെയിറ്റ്, തൂക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പോൾ കസ്റ്റമർക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലേക്ക് നമ്മുടെ കമ്പനി വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് അവിടെ കൊടുക്കാം. ബാക്കിയുള്ളവർ നമ്മളുടെ ഉൽപ്പന്നങ്ങളെ എങ്ങനെ കമ്പയർ ചെയ്യുന്നു, എങ്ങനെ വ്യൂ ചെയ്യുന്നു, ഇതുവരെ വാങ്ങിയവർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അറിയണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ സാധിക്കും. സിമിലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിട്ടൊരു കമ്പാരിസൺ വേണം, ആ കമ്പനിയുടെ തന്നെയും കോമ്പറ്റീഷന്റെയും വേണമെങ്കിൽ അതും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ കസ്റ്റമർക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് മറ്റൊരു ഫീച്ചറാണ്. അടുത്തത് ഫങ്ഷണാലിറ്റി. ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എത്ര നന്നായി നമുക്ക് ചെയ്യാൻ സാധിക്കുക, ഫങ്ഷൻ, പ്രവൃത്തി. അപ്പോൾ നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് അത് കസ്റ്റമറുടെ അടുക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക, ഒരു ഓൺലൈനിൽ ഒരു വസ്തു പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര ഈസിയായിട്ട് നമുക്ക് ചെയ്യാം. സൈറ്റിൽ പോവുക, പ്രൊഡക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക, 1-2 കമ്പാരിസൺ ഒക്കെ നടത്തുക, ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ബാങ്കിൽ നെറ്റ് ബാങ്കിങ് വഴി പേയ്മെന്റ് നടത്തുക, സിറ്റ് ബാക്ക്, നമുക്ക് സാധനം കയ്യിലെത്തും. അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് ഫങ്ഷണാലിറ്റി, ഈസ് ഓഫ് എക്സിക്യൂട്ടിംഗ് ആൻ ഓർഡർ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്ര സുഗമമായി നമുക്ക് ചെയ്യാൻ സാധിക്കും, ഇതിനാണ് നമ്മൾ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. ഈ കാര്യത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനോളം ഫങ്ഷണാലിറ്റി ഉള്ള മറ്റ് കാര്യങ്ങൾ നിലവിലില്ല. ട്രഡീഷണൽ മാർക്കറ്റിങ്ങിനേക്കാൾ വളരെ ഈസിയായ ഫങ്ഷണാലിറ്റിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നത്. സമയം, അധ്വാനം, പണം അടക്കം ലാഭം. അടുത്തത് ഇന്ററാക്ടിവിറ്റി, പരസ്പരം സംവദിക്കാനുള്ള കഴിവ്. നമ്മളിത് പല പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പല സ്ഥലങ്ങളിൽ. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സംബന്ധിച്ച് ആദ്യ ക്ലാസ്സുകൾ മുതൽ നമ്മൾ ഈ ഫങ്ഷണാലിറ്റി, ഈ ഇന്ററാക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. കസ്റ്റമറോട് കൂടുതൽ ഇടപഴകാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് സാധിക്കുന്നുണ്ട്. കസ്റ്റമറെ കുറിച്ച് ഡീറ്റെയിൽസ് ധാരാളം കളക്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് കസ്റ്റമർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പ്രസന്റ് ചെയ്യുന്നു. കസ്റ്റമർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് കസ്റ്റമർ ആഗ്രഹം പ്രകടിപ്പിക്കണമെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കുന്നു. കസ്റ്റമറുടെ താല്പര്യം എന്ത്, കസ്റ്റമർക്ക് എന്ത് വേണം, ഇത് മനസ്സിലാക്കുവാനും ഇതിനനുസരിച്ച് കസ്റ്റമറോട് ഇടപഴകാനും സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഇന്ററാക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതെപ്പോഴും വാക്കുകൾ കൊണ്ട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെ ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾ ഡേറ്റ ചോദിക്കുന്നു,
ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആരാണോ നിങ്ങൾക്ക് ആ ഡേറ്റ തരുന്ന ആൾ, അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിയർ ആയിരിക്കാം അയാളുടെ വെബ്സൈറ്റിലൂടെ, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറർ ആകാം, നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ തരുന്നു. ഇതിനിടയിൽ തന്നെ നിങ്ങളെ സംബന്ധിക്കുന്ന ധാരാളം ഡേറ്റ ഇവരുടെ കൈവശം എത്തിച്ചേരുന്നു. അതനുസരിച്ച് ആ ഡേറ്റയിലൂടെ നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്ററാക്ടിവിറ്റിയുടെ പ്രത്യേകത. അടുത്തത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. സാധാരണഗതിയിൽ നമ്മൾ ഒരു പേപ്പർ ആഡിലൂടെയോ ഒരു ടി വി പരസ്യത്തിലൂടെയൊക്കെ കാണുന്നതിനേക്കാൾ അട്രാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ കമ്മ്യൂണിക്കേഷൻ മീഡിയ വഴി നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രസന്റ് ചെയ്യാൻ സാധിക്കും. പല രീതിയിൽ 3 ഡയമെൻഷണൽ ഇമേജസ്, വാക്ക് ത്രൂ ഇമേജസ്, ഇപ്പോൾ ഫ്ലാറ്റുകൾ, അപ്പാർട്ട്മെന്റുകളൊക്കെ വിൽക്കുന്നവരോ, അല്ലെങ്കിൽ ലിഷർ സ്റ്റേസ്, ലിഷർ ട്രാവൽ, ഹോസ്പിറ്റാലിറ്റി, ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബസ് ട്രാവൽ, ഇങ്ങനെയുള്ളവർക്കൊക്കെ വാക്ക് ത്രൂസ്, നിങ്ങൾ ശരിയായ ഒരു വീട്ടിൽ കയറുന്നത് പോലെ, ഓരോ ഭാഗവും അതിൻ്റെ കണ്ടുപോകുന്നത് പോലെ നിങ്ങൾക്കൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നു. അതിനാണ് നമ്മൾ വാക്ക് ത്രൂ എന്ന് പറയുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റി. നിങ്ങളൊരു വസ്തുവിനെ കാണുമ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലെൻസ് കാർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയിലേക്ക് നിങ്ങളുടെ ഇമേജിനെ, നിങ്ങൾ സെലക്ട് ചെയ്ത ഫ്രെയിം, കണ്ണടയുടെ ഇമേജിനെ നിങ്ങൾക്ക് വെച്ച് നോക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പോസിബിലിറ്റികൾ കസ്റ്റമർക്ക് അട്രാക്റ്റീവ് ആയ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സാധിക്കുന്നു. അടുത്ത പോയിന്റ് റിലവന്റ് അഡ്വർടൈസിങ്. കസ്റ്റമറെ കൃത്യമായിട്ട് സെഗ്മെന്റ് ചെയ്ത് മനസ്സിലാക്കുന്നതിലൂടെ സീനിയർ സിറ്റിസൺസ് ആണ്, യങ്സ്റ്റേഴ്സ് ആണ്, സ്റ്റുഡൻസ് ആണ്, എംപ്ലോയീസ് ആണ്, ലേഡീസ് ആണ്, ജെൻസ് ആണ്, ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലൂടെ കസ്റ്റമറെ കറക്റ്റായിട്ട് സെഗ്മെന്റ് ചെയ്ത് മനസ്സിലാക്കുന്നത് വഴി അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സും അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷനും കൊടുക്കാൻ സാധിക്കും. അത് റിലവൻസ് ആണ്. കാരണം റിലവൻസ് നമ്മൾ മുന്നും പഠിച്ചിട്ടുണ്ട്, റിലവന്റ് ആയിരിക്കണം. റിലവന്റ് നമ്മൾ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഒരു പോയിന്റാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചുള്ള ആദ്യ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ റിലവൻസ് എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയമെൻഷൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ റിലവൻസ് പ്രധാനപ്പെട്ട കാര്യം. ഇൻഫർമേഷൻ ഓവർലോഡ് വരുന്നത് മൂലം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിലവന്റ് അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെടും. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമറെ കൃത്യമായിട്ട് സെഗ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് വഴിക്കും. അപ്പൊ ഏത് രീതിയിലുള്ള കസ്റ്റമർ ആണെന്ന് മനസ്സിലാക്കി കസ്റ്റമറെ സെഗ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അയാൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഓഫർ ചെയ്യാൻ സാധിക്കും. അതിവിടെയാണ് റിലവൻസ് വരുന്നത്. കസ്റ്റമർക്ക് വേണ്ടതാണ് ഓഫർ ചെയ്യുന്നത്, വേണ്ടാത്തത് എല്ലാം കൂടി ഓഫർ ചെയ്യുന്നില്ല. വാട്ട് ഈസ് റിലവന്റ് ടു ദ കസ്റ്റമർ ഈസ് ബീങ് ഓഫർഡ്. അപ്പൊ ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലവൻസ് എന്ന് പറയുന്ന ഫീച്ചർ. പോയിന്റ് 7 ഈസ് കമ്മ്യൂണിറ്റി കണക്ഷൻസ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഒരു പോസിബിലിറ്റീസ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. ചില പ്രത്യേക പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നുണ്ട്, ചില പ്രത്യേക ബ്രാൻഡ്സ് ആയിട്ട് ഇടപഴകുന്ന കസ്റ്റമേഴ്സ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുള്ള ആക്ടിവിറ്റീസ് അവർ പ്ലാൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ LG മൈക്രോവേവ് ഓവൻസ് വാങ്ങിക്കുന്നവർക്ക് ഒരു കുക്കിംഗ് കമ്മ്യൂണിറ്റി, കുക്കിംഗ് ഡെമോൺസ്ട്രേഷൻ്റെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ബൈക്ക് ഓണേഴ്സ് അവരൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നു, അവരതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ്, യാത്രകൾ, ട്രക്ക് എല്ലാം പ്ലാൻ ചെയ്യുന്നു. മെയിൻ്റനൻസ്, സെൽഫ് ഹെൽപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഡിസ്കസ് ചെയ്യുന്നു. അല്ലെങ്കിൽ വെഹിക്കിൾ കാർ മാനുഫാക്ചറേഴ്സ്, ഡസ്റ്റർ ഓണേഴ്സ്, ഗ്യാങ് ഓഫ് ഡസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവർ ഈ പറയുന്ന പോലെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, സേഫ്റ്റിയായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, ചേഞ്ചസ് ഇൻ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പാസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് പോസിബിൾ ആണ്. പോയിന്റ് 8 വൈറാലിറ്റി. വൈറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയിൽ തന്നെ എന്ത് സംഗതിയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഉടനെ നിമിഷങ്ങൾക്കകം ലോകമാസകളും സ്പ്രെഡ് ചെയ്തു പോകും. ഇതാണ് അതിന്റെ വൈറാലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പൊ ഇതിന് ഗുണവും ദോഷവും ഉണ്ട്. നിങ്ങളുടെ ഉൽപ്പന്നത്തെ കുറിച്ച് മോശമായ ഒരു കമന്റ് ആണെങ്കിൽ നിമിഷ നേരം കൊണ്ട്, ഇൻഫാക്ട് നല്ല കമന്റുകളേക്കാൾ ഫാസ്റ്റ് ആയിട്ട് മോശമായ കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ ലോകമെമ്പാടും എത്തുന്നു. അതുപോലെ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ ഓഫർ ഉണ്ടെങ്കിൽ നിമിഷ നേരത്തിനുള്ളിൽ അത് ലോകത്തേക്ക് മുഴുവൻ എത്തുന്നു. അപ്പൊ ഇത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഇത് അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പീഡ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ഒന്ന്, ആധുനിക ഡിവൈസസ്, പിന്നെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടുന്നു. അപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിലുണ്ട്. നെറ്റ്വർക്ക് സ്പീഡുകൾ കൂടുന്നു, ഡേറ്റ പ്രോസസ് ചെയ്യാൻ കഴിയുന്ന ഇൻസ്ട്രുമെന്റ്സ്, വളരെ ഹൈ പവർ ഇൻസ്ട്രുമെന്റ്സ്, ഹൈ കപ്പാസിറ്റിയുള്ള ഇൻസ്ട്രുമെന്റ്സ് കൂടുന്നു. ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പലരുടെയും കയ്യിലുള്ള മൊബൈൽ ഫോൺസ് തന്നെ അത്യാവശ്യം നല്ലൊരു കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് പവറുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ്, ഡിവൈസസ് ആണ്. അപ്പൊ ഡിവൈസസിന്റെ കപ്പാസിറ്റി കൂടുന്നതിലൂടെയും
പിന്നെ ട്രാൻസ്മിഷൻ സ്പീഡ്സ്, നെറ്റ്വർക്ക് കപ്പാസിറ്റികൾ ഇമ്പ്രൂവ്, ഡേറ്റ ട്രാൻസ്മിഷൻ കപ്പാസിറ്റീസ് സ്പീഡ്സ് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെയും ഈ വൈറാലിറ്റി എന്ന് പറയുന്നത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ 2G 3G 4G ഇപ്പോൾ 5Gയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഈ വൈറാലിറ്റി എന്ന് പറയുന്നത് നിമിഷ നേരം കൊണ്ട് ലോകത്തെമ്പാടും സ്പ്രെഡ് ചെയ്യാനുള്ള, വൈറലാകാനുള്ള ഒരു കഴിവ്, കപ്പാസിറ്റിക്കാണ് നമ്മൾ വൈറാലിറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ മറ്റൊരു ഫീച്ചറാണ്. അവസാനത്തെ ഫീച്ചറാണ് മെഷർമെന്റ് ഓഫ് ഔട്ട്പുട്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റാണ്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ചെയ്യുന്ന പ്രവർത്തികൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അഡ്വർടൈസിംഗ് ആകട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പ്രൊഡക്റ്റ് എത്ര പേര് വാങ്ങി എന്നുള്ളതാകട്ടെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ സ്പെൻഡിന് നിങ്ങൾക്ക് എന്ത് റിട്ടേൺ കിട്ടുന്നു, നിങ്ങളുടെ അഡ്വർടൈസ്മെന്റിൽ കമ്മ്യൂണിക്കേഷൻ എത്ര പേര് കണ്ടു, എത്ര സമയത്തേക്ക് അത് വാച്ച് ചെയ്തു, അവരിൽ ആണുങ്ങൾ എത്ര പെണ്ണുങ്ങൾ എത്ര, ഏത് ഇൻകം കാറ്റഗറിയിലുള്ളവരാണ്, ഇത്ര കംപ്ലീറ്റ് ഡീറ്റെയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നിങ്ങളുടെ ആക്ടിവിറ്റിക്ക് എന്താണ് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെൻഡിന് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നുള്ള കാര്യം ഈസി ആയിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ, ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഫീച്ചേഴ്സ്. നമുക്ക് ഒന്നുകൂടെ സമറൈസ് ചെയ്യാം. ആദ്യത്തേത് ബ്രാൻഡിങ്, രണ്ടാമത്തേത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ, തേർഡ് ഈസ് ഈസി ഫംഗ്ഷനാലിറ്റി, ഫോർത്ത് ഇന്ററാക്ടിവിറ്റി, ഫിഫ്ത്ത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, അട്രാക്റ്റീവ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, സിക്സ്ത് ഈസ് റിലവൻസ്, അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളില്ലാതെ റെലവൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പ്രസന്റ് ചെയ്യുന്നു, സെവൻത്ത് ഈസ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്, ഒരു പ്രത്യേക ഉൽപ്പന്നം യൂസ് ചെയ്യുന്നവർ ചേർന്നൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നു, അടുത്തത് വൈറാലിറ്റി, നിമിഷ നേരം കൊണ്ട് ലോകമെങ്ങും നല്ലതും ചീത്തയും പ്രൊഡക്റ്റും ഫീച്ചേഴ്സും ഓഫേഴ്സും സ്പ്രെഡ് ചെയ്യാവുന്ന ടെൻഡൻസി, ലാസ്റ്റ് ഈസ് മെഷർമെന്റ് ഓഫ് ഔട്ട്പുട്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് ഏവയാണെന്ന്, എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. Until we meet up for that, goodbye and thanks.